ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. നമുക്കിന്ന് പഴവങ്ങാടി ക്ഷേത്രത്തിന്റെ പ്രത്യേകതയിലേക്ക് കടക്കാം. തിരുവിതാംകൂർ സൈന്യവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത്. തിരുവനന്തപുരത്തിന് മുമ്പ് തിരുവിതാംകൂർ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരത്ത് വെച്ചാണ് തിരുവിതാംകൂർ സൈന്യത്തിന്റെ രൂപീകരണം. അതിലെ ഒരു അംഗത്തിന് അടുത്തുള്ളൊരു പുഴയിൽ നിന്ന് ഒരു ഗണപതിയുടെ വിഗ്രഹം കിട്ടി. അദ്ദേഹവും മറ്റു സൈനികരും ചേർന്ന് ഈ വിഗ്രഹം ആരാധിച്ചു പോന്നു. കാലക്രമത്തിൽ ഗണപതി അങ്ങനെ അവരുടെ പരദേവതയായിട്ട് മാറുകയാണ് ഉണ്ടായത്. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ കരസേനാ ആസ്ഥാനവും തിരുവനന്തപുരത്തേക്ക് മാറ്റി. തുടർന്ന് ഗണപതിക്ക് ഒരു ക്ഷേത്രം പണിയാൻ ആഗ്രഹിക്കുകയും അതനുസരിച്ച് പഴവങ്ങാടിയിൽ ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു. കാലക്രമത്തിൽ തിരുവിതാംകൂർ സൈന്യത്തിന്റെ പരദേവതയായി ഈ ഗണപതി മാറി. സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂർ സൈന്യം മദ്രാസ് റെജിമെന്റിൽ ഏറ്റെടുത്തപ്പോൾ ക്ഷേത്രം അങ്ങനെ മദ്രാസ് റെജിമെന്റിന്റെ കീഴിലായി. നിലവിൽ ഇന്ത്യൻ ആർമിക്ക് കീഴിലാണ് ഈ ക്ഷേത്രം. പഴവങ്ങാടി ക്ഷേത്രത്തിന് വളരെ ചെറിയൊരു ശ്രീകോവിലാണ് ഉള്ളത്. ചതുരാകൃതിയിൽ തീർത്ത ഈ ശ്രീകോവിൽ പൂർണ്ണമായും കരിങ്കല്ലിലാണുള്ളത്. അകത്ത് ആകെ ഒരു മുറി മാത്രമാണുള്ളത്, അതായത് ഗർഭഗൃഹം. 3 അടി ഉയരമുള്ള ഗണപതി വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ചതുർബാഹുവായ, അതായത് 4 കൈയുള്ള വിഗ്രഹം വലതുകാൽ തൂക്കിയിട്ട് പീഠത്തിലിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പുറകിലെ വലത് കൈയിൽ മഴു, അതായത് കോടാലി, അതുപോലെ പുറകിലെ ഇടത് കൈയിൽ കയറ്, മുന്നിലെ ഇടത് കൈയിൽ മോദകവും കാണാം. മുന്നിലെ വലത് കൈ അഭയമുദ്രയിലാണ് കാണപ്പെടുന്നത്. ചിങ്ങമാസത്തിലെ വെളുത്ത ചതുർത്ഥി ദിവസം ആഘോഷിക്കുന്ന വിനായക ചതുർത്ഥിയാണ് പഴവങ്ങാടി ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. ഗണപതി ഭഗവാന്റെ ജന്മദിനമായി അറിയപ്പെടുന്ന വിനായക ചതുർത്ഥി നാളിൽ ക്ഷേത്രനട രാവിലെ തന്നെ തുറന്ന് പൂജ നടത്തുന്നു. അന്നേ ദിവസം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങ്. 108 നാളികേരങ്ങളാണ് ഈ ഹോമത്തിനായി ഉപയോഗിക്കുന്നത്. ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഹോമം ക്ഷേത്രത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആചാരമാണ്. ക്ഷേത്രം നടത്തിപ്പുകാരായ മദ്രാസ് റെജിമെന്റാണ് അന്നത്തെ ദിവസത്തെ അലങ്കാരങ്ങൾ, അതായത് ഇന്ത്യൻ ആർമി. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് സമീപകാലത്തായി വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഗണേശോത്സവം ഇപ്പോൾ നടത്താറുണ്ട്. അതുപോലെ വീഡിയോ തുടരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും IT ഫീൽഡിൽ ഒരു കരിയർ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പരിചയപ്പെടുത്താം. ടെക്മാട്രിക്സ്. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിന്റെ ഫേസ് 1 ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ട് അവർക്ക് ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ പൂജ ഹോളിഡേ 2 ദീപാവലി ഓഫറായിട്ട് കോഴ്സുകൾക്ക് 15% ഡിസ്കൗണ്ട് ഉണ്ട്. ഡീറ്റെയിൽസ് ഞാൻ കമന്റിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ ബാക്ക് ടു ദ പോയിന്റ്. ചതുർത്ഥിക്ക് മുമ്പുള്ള 10 ദിവസം പൂജ നടത്തുകയും ചതുർത്ഥിയുടെ പിറ്റേന്ന്, അതായത് പഞ്ചമിയുടെ അന്ന് നിമഞ്ജനം ചെയ്യുകയാണ് സാധാരണ ചടങ്ങ്. ശംഖുമുഖം കടപ്പുറത്ത് കൊണ്ടുപോയാണ് വിഗ്രഹങ്ങൾ നിമഞ്ജനം ചെയ്യുന്നത്. നിത്യേന 3 പൂജകളുള്ള ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. രാവിലെ 4:30 നട തുറക്കുകയും പിന്നീട് നിർമാല്യമാണ് ആദ്യത്തെ ചടങ്ങ്. തുടർന്ന് 5:30 അഭിഷേകം, 5:30 ഉഷപൂജയും തുടർന്ന് ഗണപതി ഹോമവും നടത്തുന്നു. രാവിലെ 9 മണിക്ക് ഉച്ചപൂജയും തുടർന്ന് നവക പഞ്ചഗവ്യ കലശാഭിഷേകവും. അത് കഴിഞ്ഞിട്ട് 10:30 നടയടയ്ക്കും. വൈകിട്ട് 5 മണിക്ക് വീണ്ടും നട തുറക്കുന്നു. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയത്തിനോടനുബന്ധിച്ച് ദീപാരാധനയും തുടർന്ന് 7 മണിക്ക് അത്താഴപൂജയും നടത്തി ക്ഷേത്രം 8 മണിക്ക് വീണ്ടും നടയടയ്ക്കുന്നു. സാധാരണ ദിവസങ്ങളിലെ പൂജാഗ്രഹമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.